ഫസ്റ്റ് സെക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എളുപ്പമായിരുന്നു. തിങ്കിലെ മോക്ക് ടെസ്റ്റിനെക്കാളും എളുപ്പമായിരുന്നു. എനിക്ക് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് 45 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം ഒക്കെ കിട്ടി. GK ക്വസ്റ്റ്യൻസ് അധികം ഇല്ലായിരുന്നു. നേരത്തെ എഴുതിയ ശീലമുള്ളത് കൊണ്ട് ഓക്കെ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നുള്ളൊരു ബോധം കാണും. സോ നോക്കിയത് തന്നെ വന്നു. ജയശാന്ത് കൃഷ്ണ. അപർണ. ഒരു ഈസി ആയിരുന്നു. ഫസ്റ്റ് സെക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ കൂടുതലും അർത്ഥമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിസൈൻ പ്രിൻസിപ്പിളിൽ നിന്ന് കഴിഞ്ഞ തവണ കുറേ ഉണ്ടായിരുന്നു, ഇത്തവണ കുറച്ചായിരുന്നു. കഴിഞ്ഞ തവണ ഒരു 6 ക്വസ്റ്റ്യൻസ് ഡിസൈൻ പ്രിൻസിപ്പിളിൽ നിന്നായിരുന്നെങ്കിൽ ഇത്തവണ ഒരു 4 അങ്ങനെയായിരുന്നു. ഫസ്റ്റ് നാറ്റ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് നാറ്റയും ഈ നാറ്റയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് നാറ്റ ഇച്ചിരിയും കൂടെ ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ഇച്ചിരിയും കൂടെ ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഡിസൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇച്ചിരിയും കൂടെ കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ വന്നിട്ട് ഒബ്സർവേഷൻ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെക്ഷൻ നല്ല എളുപ്പമായിരുന്നു. ഫസ്റ്റ് നാറ്റയിൽ ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻ നല്ല സിമ്പിളായിരുന്നു. പക്ഷേ സെക്കൻഡ് സെക്ഷൻ വന്നപ്പം ഇച്ചിരി ടഫായിട്ട് തോന്നി. ഇച്ചിരി സെക്കൻഡ് സെക്ഷനിൽ ഇച്ചിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ. ലൈക്ക് നമ്മൾ വിചാരിച്ചല്ല അവർ ചോദിച്ചത്. പക്ഷേ എന്നാലും ഓവറോൾ ഒരു ഈസിയാണ്. ഓക്കെ, ഒബ്സർവേഷൻ ടൈപ്പിൽ ഇപ്പം ടൈമിങ്ങിൽ എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? അതോ 45, 32 സെയിം ആയിരുന്നു. ആർക്ക് അവയർനെസ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്? രണ്ട് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫസ്റ്റ് നാറ്റേനേക്കാളും ഇച്ചിരിയും കൂടെ കൂടുതലുണ്ടായിരുന്നു ആർക്കിടെക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നാറ്റിൽ ഇച്ചിരിയും കൂടെ ഡിസൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അസൻസിയ. ഗിരി. സംഗീത്. ആദിത്യ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? തിങ്കിലെ മോക്ക് ടെസ്റ്റിനെക്കാളും എളുപ്പമായിരുന്നു. മോക്ക് ടെസ്റ്റിനോട് എന്തായാലും എളുപ്പമായിരുന്നു. പക്ഷേ ഫസ്റ്റിൻ്റെ കാട്ടിലും കുറേ കൂടെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എനിക്ക് പേഴ്സണലി ഇത്തിരി പ്രശ്നമായിരുന്നു. കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു, ബട്ട് അത്ര എളുപ്പമല്ല എന്നാൽ ഡിഫിക്കൽട്ടും അല്ല. ലൈക്ക് ഒരു മോഡറേറ്റ് ആയിരുന്നു സത്യം പറഞ്ഞു. സെയിം മീഡിയം ആയിരുന്നു. ഭയങ്കര പാടൊന്നുമല്ല, എളുപ്പമല്ല, മീഡിയം. ഒബ്സർവേഷൻ ടൈപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു? ഇല്ല, ഒബ്സർവേഷൻ സ്മൂത്ത് ആയിരുന്നു, എളുപ്പമായിരുന്നു. ലൈക്ക് നേരത്തെ എഴുതിയ ശീലമുള്ളത് കൊണ്ട് ഓക്കെ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നുള്ളൊരു ബോധം കാണും. സോ നോക്കിയത് തന്നെ വന്നു, കുഴപ്പമില്ല. സെയിം അത് തന്നെയാണ്, കുഴപ്പമില്ല. ഇത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് പേഴ്സണലി ഇല്ല, പക്ഷേ എൻ്റെ ഹാളിലുണ്ടായിരുന്നവർക്കുണ്ടായിരുന്നു. എക്സാം കമ്പ്യൂട്ടർ സ്റ്റാർട്ടാകാനൊക്കെ പാടായിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടില്ല, പക്ഷേ എൻ്റെ ഹാളിലിരുന്ന് ഒരുത്തനും ഇപ്പം 1 മണിക്കൂർ എക്സ്ട്രാ എഴുതേണ്ടി വരുന്നു, അതൊരു പ്രശ്നം. അതേപോലെ ഈ വെബ്സൈറ്റ് ഒരു ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ജെയുടെ ഒക്കെ ആണെങ്കിൽ നല്ല സുഖമാണ്, പക്ഷേ നമ്മൾ സേവ് ചെയ്യാനൊക്കെ വേറെ മുകളിലോട്ട് വേണം. നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു വെബ്സൈറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഫ്രണ്ട്ലി പോലത്തെ അല്ല. നേരത്തെ ഫസ്റ്റ് നാറ്റ് അതേപോലെ സെയിം ലേ ഔട്ടാണ്, വേറൊരു ഇതാണ്, ഒരു സുഖമില്ലാത്തൊരു ഇതാണ്. അല്ല, എനിക്ക് ഡിഫിക്കൽട്ടീസ് ഒന്നും വന്നില്ല. ഹോളിലിരിക്കുന്നവർക്ക് നമ്മളുടെ ഒരു സെയിം ഹോളായിരുന്നു. അപ്പോൾ അതുപോലെ 1-2 പേർക്കൊക്കെ ചില ഡിഫിക്കൽട്ടീസ് വന്നായിരുന്നു. എനിക്കൊരു 10 മിനിറ്റ് കൂടുമ്പം വന്നുകൊണ്ടിരുന്നായിരുന്നു. എന്താ വന്ന ഡിഫിക്കൽട്ടീസ്? അത് കമ്പ്യൂട്ടർ സ്റ്റക്കായി പോകും. പിന്നെ ചേട്ടൻ വന്നിട്ട് ശരിയാക്കിയിട്ട് പോകുമ്പോൾ വീണ്ടും ടൈം സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ടൈം പിന്നെ ലേറ്റാവും. അപ്പോൾ വീണ്ടും വരും, വീണ്ടും സ്റ്റക്കാവും, വീണ്ടും ലേറ്റാവും. അങ്ങനെ കുറേ പറ്റിയായിരുന്നു. ഓക്കെ, ആ ടൈം നിങ്ങൾക്ക് എക്സാമിന് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അവസാനം കുറേ നേരം ചുമ്മാ ഇരുന്നായിരുന്നു. അല്ല, ആ സമയം കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, പക്ഷേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ട്രയാങ്കിളിൻ്റെ വേർട്ടിക്സസ് അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ആർക്ക് അവയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. മെയിൻലി 2 മാർക്കിനൊക്കെ ചോദിച്ച അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. GK കുറവായിരുന്നു സാധാരണ. ഞാൻ പക്ഷെ കുറേ പ്രതീക്ഷിച്ച്, നന്നായി ചോദിക്കാത്തത്. പക്ഷേ ഫിസിക്സ് അതിന് പകരം കുറേ ചോദിച്ച്, അത് ഇത്തിരി പ്രശ്നമായിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, വേറെ ആർക്കും നോർമൽ രീതിയിൽ ചോദിച്ച് അങ്ങനെ. അതെ, പ്രതീക്ഷിച്ചത്ര GK ക്വസ്റ്റ്യൻസ് അധികം ഇല്ലായിരുന്നു. നമ്മൾ കുറേ പ്രതീക്ഷിച്ചു, ബട്ട് ഒരു അത്ര ഇല്ല, ലൈക്ക് കുറേ നല്ല കുറവായിരുന്നു. GK കുറവായിരുന്നു. മാത്സും ആപ്റ്റിറ്റ്യൂഡും ആയിരുന്നു കൂടുതൽ. ഈ പ്രാവശ്യം മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? മാത്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ടഫായിട്ടില്ലായിരുന്നു. പണ്ട് നമ്മൾ കളിക്കത്തില്ലേ കോഴി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു, മാത്സ് ചെയ്യാൻ പറ്റി. ലൈക്ക് 12th സിലബസ് വെച്ചിട്ടുള്ളതല്ല, അല്ലാതെ പണ്ട് നമുക്കുണ്ടായിരുന്ന ബേസിക് സാധനം അറിഞ്ഞാൽ മതി. പക്ഷേ ഹൈ IQ ആ ടൈപ്പ് സാധനങ്ങൾ, ഈ മെൻ്റൽ മാത്സ് എന്നൊക്കെ പറഞ്ഞു സെയിം സാധനം. അതേപോലെ ബേസിക് മാത്സ് ആണ് മറ്റേ ഏരിയയും വോളിയം കണ്ടുപിടിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് ടഫാക്കി തന്നേക്കുന്നത്, അത്രേ ഉള്ളൂ. അബ്ദുള്ള. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എനിക്ക് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് 45 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം ഒക്കെ കിട്ടി. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ന്യൂമെറിക്കൽസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്തപ്പോൾ അതേപോലത്തെ സെയിം ഏകദേശം അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നത്. മോണുമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും
ആർക്കിടെക്ട്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംഭവം ഉണ്ടായിരുന്നു. ആർക്കിടെക്ട്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതുണ്ടായിരുന്നു. ആർക്കിടെക്ട്സിൻ്റെ വർക്ക് തന്നിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്തു.